കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് പകലിൽ നമ്മുടെ ദൈവസന്നിധിയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം പ്രാപിച്ചെടുക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ. കർത്താവിൻ്റെ വചനം എല്ലാവർക്കും അതിൻ്റെ വെളിപ്പാട് കിട്ടി എന്ന് വരില്ല. നമ്മളത് മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ അതിനുവേണ്ടി ആറ്റുനോറ്റിരിക്കുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും താല്പര്യത്തോടെ, ദാഹത്തോടെ, വാഞ്ചയോടെ ദൈവസന്നിധി ഇരിക്കുന്നവർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുക. ചില ആഹാരങ്ങൾ കഴിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടത്തില്ലേ? അതുപോലെ ബിരിയാണി കഴിക്കണം, ചിലപ്പോൾ കുഴിമന്തി, ഇങ്ങനെയൊക്കെയുള്ള നല്ല ഫുഡൊക്കെ, അറേബ്യൻ ഫുഡൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന പോലെ വചനത്തിന് വേണ്ടി ഒരു ആഗ്രഹം, ഒരു ദാഹം, ഒരു താല്പര്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അങ്ങനെയുള്ളവർക്കാണ് ഈ വചനം കർത്താവ് നൽകിയത്. ഈ റോമാലേഖന പഠനം, ഈ തലവലപ്പുറമ്പിലെ ഈ റോമാലേഖന പഠനം, നിങ്ങൾ വിചാരിക്കരുത് നമുക്ക് കുറച്ച് പേരെ ഉള്ളൂ എങ്കിലും ഇത് അനേകരെ ആകർഷിച്ചു എന്ന് പലരും ആംഗിളിൽ നിന്ന് എനിക്ക് പറഞ്ഞു കേൾക്കാനിടയായി. ശക്തമായ ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകളാണ് ദൈവദാസൻ തുറന്നു വയ്ക്കുന്നതെന്ന് പറയാനിടയായിത്തീർന്നു. അത് അനേകരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അനേകർ കേട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. നിത്യജീവനിലേക്ക് നടത്തപ്പെടാൻ വേണ്ടി ഈ വചന കേൾവി മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്: പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പം നിത്യജീവനാണ് നമ്മുടെ പ്രധാന വിഷയം. ഇന്ന് നിത്യജീവന് വേണ്ടി ആരും അധികം പ്രസംഗിക്കുന്നില്ല എന്ന് ഞാൻ പ്രസംഗങ്ങളിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ ആർക്കും വലിയ താല്പര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ പല കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. അത് ആത്മീയ കാര്യങ്ങൾ തന്നെയാണ്. എനിക്കെപ്പോഴും ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല താല്പര്യം. മറ്റ് ഭൗതിക കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാൽ പോലും ഞാനത് മാറ്റി പിന്നെ റൂട്ടിൽ ആത്മീയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. സ്തോത്രം. അപ്പം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എത്ര നാളുണ്ട്? ഇന്ന് രാവിലെ ഞാൻ ചിന്തിച്ച വിഷയമാണ്. ഏറെ ആയാലും 70-80 സംവത്സരം കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് മാറിപ്പോണം. ഇവിടുന്ന് മാറിയിട്ട് വേറൊരു തലമുറ ഈ ഭൂമിയിലേക്ക് വരികയാണ്. ഭൂമിയുടെ ഉൽപ്പത്തി മുതലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എത്രയോ തലമുറകൾ ഈ ഭൂമിയിൽ ജനിച്ചു വീണു, മരിച്ചുപോയി. ഇവരൊക്കെ എങ്ങോട്ട് പോയി? ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ദൈവം മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്ന 2 സ്ഥലമേ ഉള്ളൂ. ഒന്ന് നിത്യസ്വർഗം, അല്ലെങ്കിൽ നിത്യ. അപ്പൊ ഈ നിത്യസ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ദൈവം മനുഷ്യന് യേശുക്രിസ്തു മുഖാന്തരം തുറന്നത്. ഞാനത് ശരിക്കും അങ്ങോട്ട് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ ആദാം മുതൽ എല്ലാ മനുഷ്യരും യേശുക്രിസ്തുവിലൂടെയാണ് സ്വർഗരാജ്യത്തിലെത്തുന്നത്. പുസ്തകം പഠിക്കുമ്പോൾ നന്നായിട്ടും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും യേശുക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി ഒരു പുതിയ വഴി നമുക്ക് വേണ്ടി തുറന്നു. ആ വഴിയിലൂടെ യാത്ര ചെയ്ത് നിത്യതയിൽ എത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ ഭൂമിയിൽ നമുക്ക് പേരും പ്രശസ്തിയും ധനവും മാനവും ഒക്കെ കിട്ടിയെന്ന് വരാം. പക്ഷെ അതൊന്നും നിത്യതയ്ക്കുള്ള മാനദണ്ഡങ്ങളല്ല എന്ന് ദൈവജനം നന്നായിട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്ന മഹനീയമായ സത്യം അതാണ്. ഈ ലോകത്തിലെ പ്രതാപങ്ങളും ഈ ലോകത്തിൻ്റെ മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും നിത്യതയിലേക്ക് പോകാൻ ഒന്നും അത് പ്രയോജനപ്രദമല്ല. നിത്യതയിലേക്ക് പോകാൻ നമ്മെ ഉപകരിക്കുന്നത് ദൈവവചനത്തിലൂടെയുള്ള ഉപദേശങ്ങളും പഠനങ്ങളും കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ്റെ അവസ്ഥകളുമാണ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് ആരും വേണ്ട രീതിയിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളൊരു വലിയ പരാതി എൻ്റെ ജീവിതത്തിലുണ്ട്. ഈ ഹ്രസ്വമായ ജീവിതകാലം 70-80 സംവത്സരം ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകളും ഉപവാസങ്ങളും മീറ്റിങ്ങുകളുമായിട്ട് ഒതുങ്ങിക്കൂടുകയാണ് മനുഷ്യർ.
നിത്യതയെക്കുറിച്ചുള്ള ദർശനം ആർക്കും ഇല്ലാതെ പോകും. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ള ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് അപ്പം തിന്ന് തൃപ്തരായി പിറ്റേ ദിവസവും അപ്പത്തിന് വേണ്ടി വന്നപ്പോൾ അവരോട് കർത്താവ് പറഞ്ഞ വാക്യം, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, പിന്നെ നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. യേശുവിൻ്റെ അടുക്കൽ ഭൗതിക ആഹാരത്തിന് വേണ്ടി ഇന്നലെ കിട്ടി ഇന്നും കിട്ടുമല്ലോ എന്ന് കരുതി വന്നപ്പോൾ യേശു അവരോട് പറയുക, നിലനിൽക്കുന്ന ആഹാരം അതേതാ? ഈ ദൈവവചനം പഠിച്ചനുസരിച്ച് ജീവിക്കുന്നതിലൂടെയാണ്. നമുക്ക് തന്നിരിക്കുന്ന പത്യവചനം, പത്യോപദേശം അനുസരിച്ച് ജീവിക്കുന്നതിലൂടെയാണ് ആ നിലനിൽക്കുന്ന നിത്യമായ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതിനുവേണ്ടി എത്ര പേർക്ക് മനസ്സുണ്ട് ഈ ദിവസങ്ങളിൽ? എത്ര പേർക്ക് അതിന് താല്പര്യമുണ്ട്? ഈ പിതാക്കന്മാരുടെ ചരിത്രമൊക്കെ എടുത്ത് പഠിച്ചാൽ, ഇപ്പം ഇവിടെ നമ്മൾ ബന്ധപ്പെട്ട ടൈറ്റിലായിട്ട് പറഞ്ഞെന്ന് തോന്നുന്നു, അവരെപ്പോഴും പ്രാർത്ഥനയും വചനധ്യാനവും കേട്ടൊക്കെ ഇരിക്കുക. ജോലിയൊക്കെ ജോലി ചെയ്തില്ലെന്നല്ല, കൃഷി, പണ്ടത്തെ ആൾക്കാരൊക്കെ കൃഷി ഇറക്കുന്നവരൊക്കെ കൃഷിയൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ വന്ന് അങ്ങ് 2-3 മണിക്കൂറൊക്കെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയും അന്നത്തെ പഴയ ഹോളുകളെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ചെറിയ ഓലപ്പുറകളൊക്കെ വെച്ചുള്ള, അതിൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ചും വചനം ധ്യാനിച്ചും ആ സന്തോഷത്തിൽ അവരങ്ങനെ മുമ്പോട്ട് പോവുക. പണ്ടുള്ള കാലഘട്ടങ്ങളിലുള്ള സഭയെക്കുറിച്ചൊരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് വരിക. സ്തോത്രം. സാധുക്കളായ മനുഷ്യർ താമസിക്കുന്ന ഓലമേഞ്ഞ വീടുകൾ, ആ വീടുകൾ ഓലമേയാണ്ട് സമയമാകുമ്പോൾ പാസ്റ്റർ അനൗൺസ് ചെയ്യും സഭയിൽ. ഞാൻ മുമ്പ് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ, ചാക്കോച്ചാൻ്റെ വീട് അടുത്ത ആഴ്ച ഓലമേയുകയാണ്, എല്ലാവരും ഒരു കെട്ട് ഓലയായിട്ട് വരണം. ഉടനെ വിശ്വാസികളൊക്കെ എന്ത് ചെയ്യും? ഒരു കെട്ട് ഓലയായിട്ട് വരിക. അവിടെ വന്ന് സ്തോത്രം. ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ. അവിടെ ഒരു ഉത്സവം പോലെയാണ്. സഹോദരന്മാർ പഴയ ഓലകളൊക്കെ പൊളിച്ചു മാറ്റി വീട് പണിയുന്നു. പണിയാൻ വേണ്ടുന്ന ഓലകളൊക്കെ കൊണ്ടുവന്ന് ക്രമീകരിക്കുന്നു. സഹോദരിമാർ പറമ്പത്ത് വെച്ച് ആഹാരം പാകം ചെയ്യുന്നു. ഉച്ചയാകുമ്പോൾ ഇറങ്ങി വന്ന് ഭക്ഷണം കഴിക്കുന്നു. പിന്നെയും പോയി പണികളൊക്കെ ചെയ്യുന്നു. വൈകുന്നേരം ആകുമ്പോൾ 4 മണി 5 മണിയാകുമ്പോൾ ഓലമേഞ്ഞൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് പാസ്റ്ററും വന്നൊന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അന്നത്തെ പോലൊരു നല്ല കാലം സങ്കീർത്തനത്തിൽ ഇങ്ങനെയുണ്ട്, പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് തരണം. വലിയ പ്രതാപങ്ങളും ഇല്ലാത്ത ഒരു കാലം. ആധുനിക, ഇതിപ്പോ എന്തോ പറയാ, മോഡേൺ ടെക്നോളജിയുടെ ഒരു പെരുമഴ ആണ് ഇപ്പോൾ എല്ലാവരും. ഭയങ്കര ടെക്നോളജി. എന്താ അന്ന് ആ ഓലമേഞ്ഞ് പോയി ഭക്ഷണം കഴിച്ച് സ്തോത്രം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് പോയ ആ സന്തോഷമൊന്നും വിശ്വാസികൾക്കൊന്നും ഇല്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഹൂതികളുടെ മേൽ അമേരിക്കയുടെ ആക്രമണത്തെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ അവർ അമേരിക്കയിൽ നിന്ന് 11,000 കിലോമീറ്റർ അമേരിക്കയിൽ നിന്ന് ഫ്ലൈറ്റ് പറന്ന് വന്ന് ആകാശത്ത് വെച്ച് ഇന്ധനമൊക്കെ നിറച്ച് ഇറാന്റെ മേലെ കൊണ്ടുവന്ന് ഈ ഹൂതികളുടെ യമന്റെ തീരത്ത് 80-70 സ്ഥലത്ത് ശക്തമായ ആക്രമണം നടത്തി അവർ തിരിച്ചു പോയി. യുവമാർ അടിയെല്ലാം മേടിച്ച് പുളിയും കുടിച്ച് എല്ലാം കിടക്കാനില്ലേ, അവര് പോയി. ചിന്തിക്കാതെ യുവമക്കളെ, ഹല്ലേലൂയ. കാരണം മോഡേൺ കാലമായി, മനുഷ്യർ തമ്മിൽ കളിച്ച് കീറുന്ന കാലമായി, തമ്മിൽ കൊന്നുമുടിക്കുന്ന കാലമായി. ഞാൻ സാധാരണ ഈയിടയ്ക്ക് കിട്ടിയൊരു വെളിപ്പാടാ പറഞ്ഞ, കായീൻ ഹാബേലിനെ എന്ത് ചെയ്തു? കൊന്നു. ഇന്നത്തെ കായന്മാര് ഹാബേലിനെ കൊല്ലുക മാത്രമല്ല, തിന്നുകയും കൂടി ചെയ്യുക. ഏതവസ്ഥയിലായി മനുഷ്യൻ? ഇത് ചിന്തിച്ചു നോക്കി, നിങ്ങളൊന്ന് ചിന്തിച്ച ഏതവസ്ഥയിലായി? കൊന്ന് തിന്നുന്ന കാലകമായി മനുഷ്യനെ. 58 വെട്ടിയിട്ടും 59ാമത്തെ വെട്ടിന് വേണ്ടി എന്ത് ചെയ്യുക? ഓങ്ങി നിൽക്കുക. അവരുടെ ആദർശങ്ങളൊക്കെ എന്തൊക്കെയാണെന്നറിയോ? എനിക്കറിയത്തില്ല. ദൈവം സമത്വം, ഈക്വാലിറ്റി. അപ്പം മനുഷ്യൻ ഇതുപോലെ വഷളായ ഒരു കാലഘട്ടമില്ല ദൈവമക്കളെ. ഞാൻ ഇന്നുകൂടി ഇപ്പോൾ കാറിൽ ഇരുന്നപ്പോൾ പറഞ്ഞു വന്നു, സഹോദര, ആ ആദ്യകാലത്ത്, അതായത് നോഹയുടെ കാലത്ത് ദൈവം നോക്കിയപ്പോൾ ഭൂമി മുഴുവൻ വഷളായി. അപ്പൊ ദൈവം എന്ത് ചെയ്തു?
വഷളായെന്ന് കണ്ടപ്പോൾ ദൈവം എന്ത് ചെയ്തു? പറ. ദൈവം ശിക്ഷിച്ചു. അപ്പോൾ ഇന്നത്തെ കാലമോ നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവും നോഹയുടെ കാലത്തേക്കാൾ വഷളായി. എൻ്റെ ഉള്ളിൽ കിട്ടിയ ചിന്തയാണോ ഞാൻ പറയുന്നത്? അപ്പൊ ജാതികളുടെ പൂർണ്ണസംഖ്യ തികയാൻ കുറച്ചുകൂടി കാണുമായിരിക്കാം. അതുകൊണ്ട് ദൈവം ഒരുപക്ഷെ എന്ത് ചെയ്യുന്നത്? ഇനി വേറൊന്നൊരു ചിന്ത, ഞാനും നിങ്ങളും ഒരുങ്ങേണ്ട പോലെ ഒരുങ്ങിയിട്ടില്ലായിരിക്കാം. ചിന്തിക്കാൻ തെറ്റുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ തെറ്റുണ്ടോ? അതുകൊണ്ടായിരിക്കും കർത്താവ് വരാൻ താമസിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുങ്ങാം. ലോകത്തിന് വേണ്ടി അനേകർ ഓടിക്കൊണ്ടിരിക്കുക, വാരിക്കോരി സമ്പാദിക്കാൻ പലരും ഓടിക്കൊണ്ടിരിക്കുക, ലോകത്തെ പ്രാപിക്കാൻ വേണ്ടി ഓടുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, ഗലാത്യർ 6:14 മനോഹരമായൊരു വാക്യമാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവൻ ആ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും. അത് അതിൻ്റെ ആ വിശദാംശം നമുക്ക് എങ്ങനെ ഒന്ന് പഠിക്കാം അതിനെ കുറിച്ച്. ലോകം എന്നിലേക്ക് വരരുത്, ഞാൻ ലോകത്തിലേക്കും പോകരുത്. അതാ എൻ്റെ വിഷയം. ലോകസ്നേഹം, ദൈവത്തോട് ശത്രുത്വം. ലോകക്കാരായിരിക്കാതെ വണ്ണം ദൈവം നമ്മെ ലോകത്തിൽ തിരഞ്ഞെടുത്തു. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. ഈ ലോകത്തിന്റെ അന്റുപരാകാതെ നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ നമുക്ക് നിത്യതയിൽ ചെന്നെത്താൻ പറ്റുകയുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക, സ്വർഗരാജ്യത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഈസിയായ കാര്യമല്ല. ഇന്ന് അതിനെ പ്രസംഗിച്ച് വളരെ ഈസി ആക്കിയിട്ടിരിക്കുക. അല്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അതിന് നമ്മൾ അനേക കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് പഠിക്കുമ്പോൾ, ഈ ലോകം ആരുടെ നിയന്ത്രണത്തിന്റെ കീഴിലാണ്? സാത്താൻ. ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ, ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ, സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ. അപ്പൊ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്ത് സാത്താന്റെ അതിപ്രസരമാണ് എല്ലായിടത്തും. വിദ്യാഭ്യാസ മേഖല, രാഷ്ട്രീയം, മതങ്ങൾ, ഇതെല്ലാം സാത്താന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ്. യുദ്ധം ചെയ്യുന്നത് ദൈവാലോചന പ്രകാരമാണോ? ദൈവത്തിന് നാലോരെ ചോദിച്ചിട്ടാണോ പുടിൻ ഉക്രൈനെ ആക്രമിച്ചത്? അഹങ്കാരത്തിന്റെ തിമിർപ്പുകളിലേതൊക്കെ. സ്വത്രം. ഒരു മനുഷ്യനെ കൊല്ലുന്നത് ദൈവഹിതമാണോ? അല്ല, സാത്താന്റെ നിയന്ത്രണം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാട് 12:12. ഇതൊക്കെ മർമ്മപ്രധാനമായ കാര്യങ്ങളാണ്, ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരുന്നു. 12:12 എന്താണ്? ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പമേ കാലമുള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടുകൂടി നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. 9-ാമത്തെ വാക്യം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. ഭൂതലത്തെ മുഴുവൻ എന്ത് ചെയ്തിരിക്കുക? തെറ്റിച്ച് കളഞ്ഞിട്ടിരിക്കുക. ഈ ലോകത്തെ മുഴുവൻ തെറ്റിച്ചിട്ടിരിക്കുക സഹോദരങ്ങളെ. നമ്മൾ മനസ്സിലാക്കണം, ലോകത്തെ മുഴുവൻ തെറ്റിച്ചിരിക്കുക. ഈ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന് അല്പമേ കാലമുള്ളൂ എന്ന് കരുതി മഹാക്രോധത്തോടുകൂടി ഇറങ്ങി വന്ന് ഈ ലോകത്തിൽ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പിശാചിന്റെ പ്രവർത്തനങ്ങളാണ് ഈ ഇന്ന് കാണുന്ന മനുഷ്യരുടെ ഇടയിൽ നമുക്ക് കണ്ടുവരുന്നത് മുഴുവൻ. വിദ്യാഭ്യാസം, രാഷ്ട്രീയം, മതങ്ങൾ, ആരാധന, ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും പിശാച് ഇടപെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇതിൻ്റെ നടുവിൽ സത്യവചനത്തെ, പഥ്യവചനത്തെ യഥാർത്ഥമായി പഠിച്ചും ഗ്രഹിച്ചും അനുസരിച്ചും ജീവിച്ചില്ലെങ്കിൽ നമ്മൾക്ക് നിത്യത പ്രാപിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയും അറിയായാൽ തെറ്റിപ്പോകും. അതുകൊണ്ട് ആ തിരുവഴുത്തുകളെ കുറിച്ച് നന്നായി പഠിക്കണം, അറിയണമെന്ന് ഞാൻ ശഠിക്കുന്നതിൻ്റെ പ്രധാന കാരണം. ഒരു കത്തോലിക്ക സഹോദരനാണെങ്കിൽ പോലും ഈ വചനം കൂലങ്കുഷമായി പ്രാർത്ഥിച്ച് വായിച്ച് പഠിച്ചുകൊണ്ടിരുന്നാൽ ദൈവം ഒരു വചനം വെളിപ്പെടുത്തി കൊടുക്കും. അത് വായിക്കണം, പഠിക്കണം. 3 സന്യാസിമാരുടെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ. അവര് ബൈബിൾ സത്യമാണോ എന്നറിയാൻ വായിച്ചു പഠിച്ചു. 1, 2, 3, 4, 5 പ്രാവശ്യം പുതിയ നിയമം മത്തായി മുതൽ വെളിപ്പാട് വരെ വായിച്ചു പഠിച്ചു കഴിയുമ്പോൾ അവർ സ്നാനപ്പെട്ടത് ദൈവമക്കളായി മാറി. കാര്യം എന്താ?
ആ വചനം ആർത്തിയോടെ ദാഹത്തോടെ പഠിച്ചപ്പോൾ ആ വചനത്തിന്റെ സത്യങ്ങൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇത് പലർക്കും വചനം വായിക്കാൻ സമയമില്ല, വചനം ധ്യാനിക്കുന്നില്ല, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മാത്രമേ മനുഷ്യർക്ക് കഴിയുന്നുള്ളതാണ്. നമ്മൾ വചനം വായിച്ച് പഠിക്കണം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പാപം ചെയ്യാതെ വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ ഈ വചനം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതുകൊണ്ടാണ് കർത്താവ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഇന്ന് അപ്പം കൊണ്ട് ജീവിക്കുന്നവരെ തീർന്നില്ലേ ഇന്നത്തെ ദൈവമക്കൾ എന്ന് പറയുന്നവര്? എന്നാൽ വചനം ഭക്ഷിക്കണം. രാവിലെ എഴുന്നേറ്റ് ഒരു അധ്യായമെങ്കിലും വായിക്കാതെ ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാൻ പാടില്ല. എന്റെ നിർബന്ധമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ സ്വാതന്ത്ര്യം പോലെ ചെയ്യാം. രാവിലെ നമുക്കുള്ള ആത്മീക ഭക്ഷണം ഭക്ഷിക്കാതെ ഭൗതിക ആഹാരം നമ്മൾ കഴിക്കരുത്. ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് ആ വിശന്ന് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ആഹാരം കഴിച്ചിട്ട്. ആയിക്കോട്ടെ, ആഹാരം കഴിച്ചിട്ടാണെങ്കിലും വായിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്. ഒരു ദിവസം ഒരു 5-8-10 അധ്യായമെങ്കിലും ദൈവമക്കൾ വായിക്കണം. അങ്ങനെ വായിച്ചും പഠിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന ദൈവമക്കൾക്ക് പ്രത്യാശ ഉണ്ടാകും, സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. അവർക്ക് കർത്താവിൻ്റെ ഉള്ളിൽ പോകാനും അനായാസനെ പോകാൻ പറ്റും. കാരണം പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, വചനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വന്നപ്പോൾ പറഞ്ഞ പോലെ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ കർത്താവിൻ്റെ ശിഷ്യന്മാർ നമുക്ക് തരുന്നുണ്ട്. എന്താ പ്രയോജനം? നിത്യതയിൽ ചെന്നെത്താൻ വേണ്ടത്. അത് നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ ആ വചനത്തിന്റെ വസ്തുക്കൾ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരും. ഞാൻ മുഖോരോ നിർത്തിയിട്ട് വിഷയത്തിലേക്ക് കയറുന്നു. ഇവിടെ കൊലോസ് ലേഖനം നമ്മൾ പഠിച്ചു വന്നത് അതിൻ്റെ 14 വരെ വാക്യങ്ങളാണ്. 10 മുതൽ 13 വരെ പ്രാർത്ഥനയാണ്. അത് ഞാൻ പെട്ടെന്ന് വായിച്ചങ്ങ് പോകാം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാമണ്ണം നമ്മുടെ ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. പൗലോസിൻ്റെ എന്ന് പറഞ്ഞാൽ പറ്റില്ല, അതിൽ ബഹുവചനം കാണുന്നുണ്ട്, ഞങ്ങൾ. ഇപ്പോൾ പൗലോസിൻ്റെ കൂടെയുള്ള ആരൊക്കെയാ? പൗലോസും തിമോത്തിയോസും തിമോത്തിയോസും ഉണ്ട്. അല്ല, ആദ്യത്തെ വാക്യത്തിൽ അങ്ങനെയല്ലേ? ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസിലുള്ള വിശുദ്ധന്മാരും. അപ്പോൾ പൗലോസും തിമോത്തിയോസും അവരുടെ പ്രാർത്ഥന എന്താ? കൊലോസിലുള്ള വിശ്വാസികൾ ആത്മീയമായി നിറവ് പ്രാപിക്കണം, ആത്മീയമായി വളർച്ച പ്രാപിക്കണം. ഇന്ന് എത്ര സഭകളിലെ വിശ്വാസികളെ കുറിച്ച്, എത്ര സഭകളിൽ വിശ്വാസികളെ കുറിച്ച് ശുശ്രൂഷ വൃന്ദങ്ങൾക്ക് ആ ഒരു കാഴ്ചപ്പാടുണ്ട്. തങ്ങളാൽ നടത്തപ്പെടുന്ന വിശ്വാസികൾക്ക് ആത്മീക വളർച്ചയും ആത്മീക വർധനവും ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? പ്രവൃത്തി പുസ്തകത്തിലെ ചില വാക്യം ഞാനിപ്പോൾ ഈ ദിവസങ്ങളിൽ തുടർമാനമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. 9-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്ന് പെരുകിക്കൊണ്ടിരുന്നു. അതൊന്ന് കുറിച്ചിട്ടാണ് വാക്യം. പ്രവൃത്തി പുസ്തകം 9:31 എല്ലാവരും കുറിച്ചിടണം, വായിച്ച് പഠിക്കണം. എക്സ്പെഷ്യലി കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്നവർ. പ്രവൃത്തി പുസ്തകം 16:5 കൂടി വായിച്ചാലും കുറച്ചുകൂടി നല്ലതാണ്. 16:5. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകയും ചെയ്തു. വിശ്വാസത്തിൽ സഭകൾ ഉറച്ചു. ഭൗതികത്തിലല്ല സഭ ഉറയ്ക്കേണ്ടത്, പേരും പ്രശസ്തിയിലല്ല സഭ നിൽക്കേണ്ടത്, സഭ വചനത്തിലാണ് നിൽക്കേണ്ടത്. നാം ഒരു വാക്യം വായിക്കും. 20-ാം അധ്യായത്തിൻ്റെ 32, പ്രവൃത്തി 20:32. വചനത്തിൽ ഉറയ്ക്കണം സഭ. പ്രവൃത്തി 20:32 ഉറച്ചു വായിച്ചു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ, നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ. അപ്പൊ വചനത്തിലാ ഫലമേൽപ്പിച്ചിട്ട് പോയത് പൗലോസ്. സഭ വചനത്തിൽ നിൽക്കണം. സഭ ദൈവ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കണം. ഉപദേശ സത്യങ്ങളിൽ നിൽക്കണം. ഹല്ലേലൂയ. തൂണുകളാൽ എണ്ണപ്പെട്ട, ഗലാത്യ ലേഖനത്തിൽ ഒരു പദപ്രയോഗമാണ്, തൂണുകളാൽ എണ്ണപ്പെട്ട കേഫ, യാക്കോബ്, പിന്നെ 3 പേര്, യോഹന്നാൻ. കറക്റ്റ്. അവർ ദൈവസഭയുടെ തൂണുകളാണ്, പില്ലേഴ്സാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ പറയുന്ന വചനത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കണമെന്ന്. വല്ലവരും പറയണ പോലെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ സംഘം നടക്കത്തില്ല. ദൈവം സഭയ്ക്ക് പില്ലറായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോസ്തലന്മാരാ. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. അവർ ആ പില്ലറിലാണ് നിൽക്കേണ്ട സഭ. മെട്രോ തൂണ്, ലുലു മാളിൻ്റെ അടുത്തുള്ള പത്തടിപ്പാലത്ത് ഒരു മെട്രോ തൂണ് ചരിഞ്ഞു പോയി. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ പോയി. അവിടെ നിർത്തി. അവിടെ ട്രെയിൻ നിർത്തി. ആ റൂട്ട് നിർത്തി. അവർ നിർത്തിയിട്ട് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നില്ല. 2 ആഴ്ചയോളം ഒരു ലൈനിൽ കൂടി മാത്രം വിട്ടു. ഒരു തൂണാഴ്ച ചരിഞ്ഞത്. ഈ ഒരു ലൈനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു. അപ്പോൾ ട്രെയിനിൻ്റെ ആ ട്രിപ്പൊക്കെ മുടങ്ങിപ്പോയി കുറേ. എന്നിട്ട് 10-15 ദിവസം കൊണ്ട് ആ തൂണ് പൊട്ടിച്ച് വേറെ തൂണ് പണിത് നല്ല ലെവലാക്കി. അത് ഒരു ശകലം ആ തൂണിനൊരു ഇരുത്തം വന്നപ്പോൾ ട്രെയിൻ എന്ത് ചെയ്തു? ചരിഞ്ഞു പോയി. ട്രെയിൻ മറിഞ്ഞു പോയി. ക്രമേണ ആകുമ്പോൾ അത് ചരിയും. ക്രമേണ തൂണ്. അപ്പോൾ അതുകൊണ്ട് ആ തൂണ് എന്ത് ചെയ്തു? തല്ലിപ്പൊട്ടിച്ചു. ഇന്നിപ്പോൾ ദൈവതയുടെ തൂണുകളൊക്കെ ചരിഞ്ഞും പറഞ്ഞും ഒക്കെ അല്ലേ കിടക്കുന്നത്. വല്ല ഗുണമുണ്ടോ? ഇടയ്ക്ക് കർത്താവിനോട് വചനോട് ഭയങ്കര, നിങ്ങളെ നടത്തുന്നത് നിങ്ങളെ തെറ്റിച്ചു കളയുന്നു. പ്രവചനവാക്യമാണ്. നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ തെറ്റിക്കുന്നു. ഒരു 10 പേര് ഇവിടെ ഉണ്ടെങ്കിൽ ഈ 10 പേരെ സ്വർഗത്തിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇല്ലെങ്കിൽ കണക്ക് കൊടുക്കണം അങ്ങോട്ട്. ഇവിടെ വന്ന 10 പേര് എന്ത് ചെയ്യുന്നു ചോദിക്കും. എനിക്കതാ പേടി. എനിക്ക് വേറെ ഒരു പേടിയില്ല. വചനം പറഞ്ഞിട്ട് അത് അനുസരിക്കാൻ കഴിയാതെ പിണങ്ങിപ്പോവാണ്. ഓക്കെ, പൊക്കോട്ടെ. പക്ഷെ നമ്മൾ ആ വ്യവസ്ഥ പറഞ്ഞു കൊടുക്കണം. കൊലോസ്യ ലേഖനത്തിന്റെ പഠനം അതാ. ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ അതിൻ്റെ സ്വോത്രം 28-ാമത്തെ വാക്യം എന്താണ്? അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്. ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുകയാണ് ശുശ്രൂഷ. തൂണുകളായി എണ്ണപ്പെട്ട യോഹന്നാനും യാക്കോബും കേഫയും ഒക്കെ ആ പില്ലറിൽ, ആ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ അവർ വചനം പ്രസംഗിച്ച് അവരെ നിലനിർത്തിക്കൊണ്ട് വന്നു. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയുന്ന 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ റോൾ മോഡലായിട്ട് കൊരിന്ത്യ സഭയോട് എടുത്തു കാണിക്കുന്നു. നിങ്ങൾ അപ്പോസ്തലന്മാരെ പോലെയായി, നിങ്ങൾ ക്രിസ്തുവിനെ പോലെയായി, ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി വിശ്വാസികളെ ആ നിലവാരത്തിൽ വളർത്തിയെടുക്കണം. അതിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അതിനാണ് അപ്പോസ്തലന്മാർ ഉപദേശം പഠിപ്പിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രാർത്ഥന തന്നെ എന്തായിരുന്നു? ആത്മീകമായൊരു നിറവുണ്ടാകണം, ആത്മീയമായൊരു വളർച്ച ഉണ്ടാകണം. ആത്മീക വളർച്ച, ആത്മീക വർധനവ്, ആത്മീക നിറവ്, ഇത് 3 കാര്യങ്ങളാണ്. അതാണ് ക്രിസ്തുവിൽ തികഞ്ഞവരായി വരിക. അതാണ് 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച 31. ഗലീല, യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിലൊക്കെ സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്ന് പെരുകിക്കൊണ്ടിരുന്നു. ഇന്ന് ആള് പെരുകുന്നതല്ലാതെ ആത്മീയ വർധനവില്ല, ആത്മീയ വളർച്ചയില്ല, ആത്മീയ നിറവില്ല. ആള് പെരുകുന്നതോടുകൂടി സ്തോത്ര കാഴ്ചപാത്ര ചവപ്പെട്ടി പോലെ വലുതാക്കിക്കൊണ്ടിരിക്കുക. ആള് വരുമ്പോൾ കാശ് കൊടുക്കുമല്ലോ. 6-7 മിഷ്യൻ വെച്ച് എണ്ണ ആണെന്നൊരു വാച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം, കരയണം തോന്നിപ്പോയി. സ്തോത്രാഴ്ച 7 മിഷ്യൻ വെച്ച് എണ്ണിക്കൊണ്ടിരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കി. 7 മിഷ്യൻ വെച്ച് എണ്ണിക്കൊണ്ടുവന്ന് ബാങ്കിൽ ഡംപ് ചെയ്യുക. വിശ്വാസിയോ മരിച്ചു കഴിഞ്ഞാൽ എപ്പോൾ നരകത്തിൽ പോയെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഒരവസ്ഥയിൽ വിശ്വാസി ഇരിക്കുക. എന്ത് പ്രയോജനം? ഒരു അനുഗ്രഹീതനായ ദേവദാസൻ പറഞ്ഞു,
2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് വചനം പറഞ്ഞെങ്കിൽ 2 പേര് മതി. അത് ഭാര്യയും ഭർത്താവിനെയും കുറിക്കുക കേട്ടോ. 2 പേര് ഒരു മനസ്സോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകളുണ്ട്. അതനുസരിച്ച് ജീവിച്ച് നമുക്ക് നിത്യതയെ പോകാം. അങ്ങനെ വചനമിരിക്കെ 2 3 5 10 ഒന്നുമല്ല, ഞങ്ങൾക്ക് അതൊന്നും പോലെ, ഞങ്ങൾക്ക് 1000 വേണം, 2000 വേണം, 3000 വേണം. എന്താണ് അവരുടെ ഉള്ളിലെ ചിന്ത? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വത്രാഴ്ച പാത്രം വലുതാക്കി അതിൻ്റെ ഉള്ളിൽ ഭൗതികം പ്രാപിച്ച് സുഖിക്കുന്ന സുഖിയന്മാരായി സുവിശേഷ കോളത്തിലെ മാന്യന്മാർ കിടന്ന് വലസിയാണ്. അതിൻ്റെ നടുവിലാണ് നമ്മൾ ഈ ചെറിയ ഒരു കൂട്ടമായിട്ടിരുന്ന് ദൈവവചനം പഠിക്കുന്നെന്ന് ഓർത്തുകൊള്ളുക. നമ്മുടെ ലക്ഷ്യം കർത്താവിൻ്റെ വരവിൽ പോകണം. നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യം പ്രാപിക്കണം. പൗലോസ് പ്രസംഗിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്, പത്രോസ് പ്രസംഗിച്ച ദൈവരാജ്യത്തെക്കുറിച്ചാണ്, കർത്താവിൻ്റെ ശിഷ്യന്മാർ പ്രസംഗിച്ച ദൈവരാജ്യത്തെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. പ്രവൃത്തി 28 പൗലോസ് കുറിച്ച് പറയുന്നത്, പൗലോസ് തൻ്റെ അടുക്കൽ വരുന്നവരെ ദൈവരാജ്യം പ്രസംഗിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോരുന്നു. 2 ഭാഗത്ത് കിടപ്പുള്ളത്. നോട്ട് ചെയ്ത് വായിച്ച് പഠിച്ചോണം. ഞാൻ ആ കൊലോസ് ലേഖനത്തിൻ്റെ വിഷയത്തിലേക്ക് വരുന്നു. അവസാനം നമ്മൾ നിർത്തിയത് അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ആ വാക്യത്തിൽ കൊണ്ടുവന്നാണ് നമ്മൾ നിർത്തിയത്. അവിടെ നിന്ന് ഇപ്പോൾ കണ്ടിന്യൂഷനിലായിട്ട് വരാൻ പോവുക. കർത്താവിൽ എന്തുണ്ട്? പാപമോചനമെന്ന വീണ്ടെടുപ്പ്. നമുക്കൊരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് നിത്യരാജ്യത്തിലേക്ക് പോവുക. സ്വർഗത്ത് പോകാൻ തടസ്സമായി നിൽക്കുന്ന ഘടകം ഏതാ? പാപം. പത്രോസിന്റെ 1-ാം പ്രസംഗത്തിലെ വിഷയം എന്തായിരുന്നു എന്ന് പറഞ്ഞ ആരെങ്കിലും? മാനസാന്തരം മാത്രമല്ല, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. പാപങ്ങളുടെ മോചനത്തിനായി. അപ്പൊ പത്രോസിന്റെയും പൗലോസിന്റെയും യോഹന്നാന്റെയും കർത്താവിന്റെയും ഒക്കെ പ്രസംഗത്തിന്റെ അന്തസത്ത പാപമോചനം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 5-ഉം 10-ൽ നമ്മൾ കാണുന്നു, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, മനുഷ്യപുത്രന്റെ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് നിന്റെ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. കിടക്കെടുത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ, ഈ കെട്ടിയെടുത്തോണ്ട് വന്നവര് സൗഖ്യത്തിന് വേണ്ടിയാ കൊണ്ടുവന്നത്. ഇപ്പൊ കർത്താവ് പറയുന്നു പാപം മോചിച്ചിരിക്കുന്നു. ഇപ്പൊ എന്താ ചെയ്യുക? കൊണ്ടുവന്നവർക്ക് സൗഖ്യം വേണം. കർത്താവ് പറയുന്നു സൗഖ്യം വേണമെന്നല്ലതാ, ആദ്യം അവന് പാപമോചനം ഉണ്ടാകും. കാരണം പാപമോചനം ഉണ്ടായാലേ അവൻ എങ്ങേ എല്ലത്തുള്ളൂ, സ്വർഗത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പദങ്ങൾ തന്നെ ഇതിലൊക്കെ ഒത്തിരി ഘനമായ വിഷയങ്ങൾ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് പഠിച്ചോണം. 38 വർഷം ബെഥസ്ദാ കുളക്കരയിൽ കിടന്നവൻ സൗഖ്യം പ്രാപിച്ചു. അതിൻ്റെ 5-14 ദേവാലയത്തിൽ വെച്ച് കണ്ടു. അവനെ കണ്ടപ്പോൾ എന്തു പറഞ്ഞു കർത്താവ്? ദേവാലയത്തിൽ വെച്ച് ഇനി പാപം ചെയ്യരുത്. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. എന്താ കാര്യം? യേശുക്രിസ്തുവിലൂടെ പാപമോചനം കിട്ടിക്കഴിഞ്ഞു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ചവർ പിന്നെ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദൈവവചനത്തിന്റെ ശക്തമായ ഇടപെടലുകളാണ്. ഹല്ലേലൂയ. പത്രോസിന്റെ 1-ാം പ്രസംഗത്തിലെ വിഷയം ഞാൻ സസൂക്ഷ്മം പഠിച്ചപ്പോൾ പാപമോചനമാണെന്ന് കണ്ടു. തുടർമാനമായിട്ട് അതിൻ്റെ 3-19 വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. പിന്നെയും പത്രോസ് എന്താ പറയുന്നത്? പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളാൻ. 5-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ വരുമ്പോൾ എന്താ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന? 5-31. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഇസ്രായേലിന്റെ മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കയാൽ ഉയർത്തിയിരിക്കുന്നു. നോ. പ്രവൃത്തി പുസ്തകം, പ്രവൃത്തി 5-31.
ഇസ്രയേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ ഉയർത്തിയതും യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതും മനുഷ്യനിൽ നിന്ന്, മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് മോചനം കൊടുത്ത് അവനെ നിത്യതയിലെത്തിക്കുക. അല്ല, ഇവിടെ കാറും വീടും ഇവിടുത്തെ ഭൗതിക സുഖസൗകര്യങ്ങൾ തന്ന് ഈ 70-80 സംവത്സരം ഈ ഭൂമിയിലെ ജീവിതം മനോഹരമാക്കാൻ അല്ല ദൈവമക്കളെ. ഇന്നത്തെ പ്രസംഗങ്ങൾ മുഴുവൻ അതാണ്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ചില ചോദ്യങ്ങൾ ഇങ്ങനെയുള്ളവരോടൊക്കെ ചോദിക്കാനുണ്ട്. ഈ ഭൂമിയിലെ ജീവിതം എത്ര വർഷം? നരകത്തിലോ സ്വർഗത്തിലോ ഉള്ള ജീവിതത്തിന്റെ കാലദൈർഘ്യം എത്ര എന്ന് പറഞ്ഞ് എത്രയാ? 70-80 ഒന്ന് മോശ പറഞ്ഞു വെച്ചു. ഇപ്പം ചിലരൊക്കെ 100-ഉം 110 ബംഗ്ലാദേശിലെടുത്ത് 115 എന്ന് പറയുന്നു. ആയിക്കോട്ടെ, 115-ഓ 150 എത്ര ആയിക്കോട്ടെ, എന്തായാലും ഇടപാട് കഴിയും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും നിയമിച്ചിരിക്കുക. ഇത് കഴിഞ്ഞിട്ടുള്ള ജീവിതം എത്ര വർഷം? എൻ്റെ ചോദ്യം. നിത്യസ്വർഗത്തിൽ എത്ര വർഷം? നിത്യനരകത്തിൽ യുഗായുഗങ്ങൾ, നിത്യത വരെ, കോടാനുകോടി വർഷം എന്നൊക്കെ നമ്മൾ ആലങ്കാരിക പദങ്ങൾ. അപ്പൊ കോടാനുകോടി വർഷത്തെ ജീവിതത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഹ്രസ്വമായ 70-80 സംവത്സരം ഈ ഭൂമിയിൽ ആനന്ദിച്ച് സുഖിച്ച് സന്തോഷിച്ച് ജീവിക്കുവാനല്ലേ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വചനം പഠിക്കുമ്പോൾ മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ, പൂ പോലെ, നിഴൽ പോലെ. രാവിലെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വന്ന വിഷയമാണ്. നമ്മൾ പരദേശികളാ, പ്രവാസികളാ. പരദേശിയും പ്രവാസിയുമായ അബ്രഹാം പറഞ്ഞത് എന്താ? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം എന്ന് എനിക്ക്. വലിയ ധനാഢ്യനായിരുന്നു, വെള്ളിലും പൊന്നിലും വലിയ സമ്പന്നനായിരുന്നു. കൂടെ നടന്ന ലോത്ത് നീരോട്ടം ലോകത്തിലെ ഭൗതികം വാരിക്കൂട്ടിയപ്പോൾ ഈ മനുഷ്യൻ ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവിക ദൂതന്മാരുമായിട്ടുള്ള സംസർഗം, ദൈവദൂതന്മാരെ സൽക്കരിച്ചും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ മനുഷ്യൻ മുമ്പോട്ട് പോയി. തനിക്കുണ്ടായ സമ്പത്തിലൊന്നും താൻ ആഗ്രഹിച്ചില്ല. താൻ ആഗ്രഹിച്ചത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും. ഓ, എനിക്കത് പറയുമ്പോൾ കാലം കൂടെ പൊങ്ങിപ്പോവുക. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. പഴയ നിയമത്തിലെ ഭക്തനായ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാം അതിനുവേണ്ടി കാത്തിരുന്നെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണമോ? ഒരിക്കലും കാത്തിരിക്കരുത് പ്രിയമുള്ളവരെ. അതിനേക്കാൾ കൂടുതൽ വേണ്ടി കാത്തിരിക്കും. കാരണം നമ്മൾ ആരായ? കർത്താവ് എന്താ പറഞ്ഞേ? യോഹന്നേനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ് നമ്മൾ. സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ യോഹന്നേനേക്കാൾ വലിയവൻ ആരുമില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവരെക്കാൾ. അപ്പോൾ നമ്മൾ വലിയ ആൾക്കാരാണ്. നമ്മൾ അവരെക്കാളും വലിയ ആൾക്കാരാണെന്നേ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമസഭ യോഹന്നേനേക്കാളും ന്യായപ്രമാണത്തിലെ വക്താക്കളെക്കാളും വലിയവരാണ്. തെസ്സലോനിക്ക ലേഖനത്തില് ഇങ്ങനെ കാണാൻ കഴിയുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങുകയും ക്രിസ്തുവിൽ മരിച്ചവർക്ക് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശത്തിൽ അടുക്കപ്പെടും. നാം ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ നാം എപ്പോൾ എല്ലാ ആ വാക്യം ഒന്ന് വായിച്ച്. ആകാശത്തിൽ അടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. അപ്പൊ പുതിയ നിയമസഭ ആരോട് കൂടി ഇരിക്കും? നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിക്കും. അതിന് വെളിപ്പാട് പുസ്തകമൊക്കെ പഠിച്ചു വരുമ്പോൾ മണവാളൻ ഇരിക്കുന്ന തൊട്ടടുത്ത് വാട്ടി അല്ലേ? അപ്പൊ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് അവർ കല്യാണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്. ഈ അതിഥികൾ വന്ന് മണവാളൻ ജിക്കിൻ്റെ അടുത്ത് കയറിയിരിക്കും. അവർക്ക് അവിടെ സീറ്റില്ല. അവരെന്ത് ചെയ്യുക? പ്രഷർ ചോട്ടിലൊക്കെ ഒരു കസേര വരച്ചിട്ട് അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, അങ്ങനെയൊക്കെ ഇരിക്കും. എന്നാൽ മണവാളനോട് കൂടെ ഇരിക്കാൻ പദവി ലഭിച്ചവരാണ് മണവാട്ടി സഭ. ആ അവസ്ഥയിലാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് സഹോദരങ്ങളെ. അത് വില മനസ്സിലാക്കണം. അതിനിവിടെ പൗലോസ് പറയുന്നത് പാപമോചനം പ്രാപിച്ചാലേ നടക്കുള്ളൂ. സ്തോത്രം.
ഈ കൊലോസ് ലേഖനത്തിലെ പ്രധാനമായ പഠനം അതാണ്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥന, അപ്പോസ്തലന്മാരുടെ പ്രസംഗം മുഴുവൻ പാപമോചന പ്രവൃത്തി 10:43 26:18 കൂടി വായിച്ച് എന്നിട്ട് നമുക്ക് ആ ഭാഗത്ത് മുമ്പോട്ട് പോവാം. പ്രവൃത്തി വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഇനി ആ 13-ാം അധ്യായത്തിൻ്റെ 37 വാക്യം ഞാൻ വായിക്കാം. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച അവന് ദ്രവ്യത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു. 26:18 കൂടി ഒന്ന് വായിച്ചാട്ടെ. പ്രവൃത്തി 26. അപ്പോസ്തലന്മാരുടെ പ്രസംഗം കിടക്കുന്ന മുഴുവൻ പ്രവൃത്തി പുസ്തകത്തിലാണല്ലോ. വാക്കിനാൽ തന്ന പ്രമാണം 26:18. ഹല്ലേലൂയ, സ്തോത്രം. ഇതില്ല. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും. ശ്രദ്ധിച്ചോണേ, ആ വാക്യത്തിന്റെ ഗാംഭീര്യം ശ്രദ്ധിക്കണം. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. പൗലോസിനെ അയച്ചതിന്റെ ദൗത്യം എന്താണെന്ന് മനസ്സിലായില്ലേ? എന്തൊരു വലിയ ദൗത്യമാണ് പൗലോസിനെ അയച്ചതിൽ നിന്ന്. അവർക്ക് പാപമോചനം. യഹൂദന്മാരായിട്ട് ജാതികളായിട്ട് ആരുടെ അടുക്കലേക്ക് പൗലോസിനെ ദൈവം അയച്ചാലും ദൈവത്തിൻ്റെ ഉദ്ദേശം അവർക്ക് പാപമോചനം ഉണ്ടാകണം. എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെയിൽ അവകാശം ലഭിക്കണം. അവരുടെ കണ്ണ് തുറക്കണം. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവത്തിൻ്റെ സന്ദർശനം ഏറ്റു കഴിഞ്ഞപ്പോൾ പൗലോസിന് എന്ത് പറ്റി? കണ്ണ് കാണാൻ. പിന്നെ പാവം പിടിച്ച 2ാം ക്ലാസ്സുകാരൻ ഉദ്ദേശിച്ച് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് കണ്ണു. സ്തോത്രം. മനസ്സിലായില്ലേ? ഈ കൂടെ ഇടയ്ക്ക് അനന്യാസിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഈ യെഗസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ യെഗസ്കേലിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി എന്നുള്ള ഭാഗം പഴയ നിമിത്തം ഇങ്ങനെ കൂട്ടിച്ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പുതിയ നിമിത്തിലേക്ക് വന്നപ്പോൾ ഇവനെ എന്ത് ചെയ്തു? ഈ പുള്ളി എടുത്തുകൊണ്ട് പോയി. മറ്റേ എത്യോപ്യക്കാരനെ സ്നാനപ്പെടുത്തിയതിനു ശേഷം, ചണ്ണനെ സ്നാനപ്പെടുത്തിയതിനു ശേഷം ഈ ചണ്ണൻ സന്തോഷം കൊണ്ടങ്ങ് പോയി. എന്നാൽ ഇവനെ എവിടെയെങ്കിലും പോണ വഴിക്ക് ഞാൻ അവിടെ ഇറക്കിത്തരാന്ന് ലിഫ്റ്റെങ്കിലും കൊടുക്കില്ല, ഒന്നും ചെയ്യില്ല. പുള്ളി സന്തോഷത്തോടെ അങ്ങ് പോയി. ഇവനെ ദൈവം തള്ളിക്കളഞ്ഞില്ല. ഇവനെ ആത്മാവെടുത്ത് അസ്തോതിൽ കൊണ്ടിട്ടു. അത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആത്മാവ് നമ്മളെ ആ നിലയിൽ നടത്താൻ കഴിവുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവാണ് അത് ചെയ്യുന്നത്. ഏത് സാഹചര്യത്തിലും നമ്മളെ നടത്തുവാൻ ദൈവത്തിന് കഴിയും. ആരും നമ്മളെ ഓർക്കുന്നില്ല, കാണുന്നില്ല എന്ന് പറഞ്ഞാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണ് നിന്നെ കാണാൻ ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഈ പ്രമാണം ജീവിച്ചാൽ മതി. യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ ക്യാമറ കണ്ണുകളൊക്കെ മേടിച്ചിട്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ വെച്ചിട്ട് 2-3 മാസമായോ. അതിനു മുമ്പേ ദൈവത്തിൻ്റെ കണ്ണ് ലോകം മുഴുവൻ ദൈവത്തിൻ്റെ ക്യാമറ വെച്ചിരിക്കുക. സഹോദരങ്ങളെ, നിന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കാണാൻ ദൈവത്തിൻ്റെ കണ്ണുണ്ട്. നീ പ്രമാണത്തിൽ നിന്നാൽ മതി, വ്യവസ്ഥയിൽ നിന്നാൽ മതി. അവരുടെ കണ്ണ് തുറപ്പാനും. സ്തോത്രം, സ്തോത്രം. അവരെ ഇരുട്ടിൽ നിന്ന് ഒരു ചിന്തിച്ചേ. ഒരു സുവിശേഷകന്റെ ദൗത്യം എന്താണെന്ന് ഈ വാക്യം ശക്തമായി നമുക്ക് തരുന്നു. ഹല്ലേലൂയ. അവർക്ക് പാപമോചനവും. അപ്പൊ പാപമോചനത്തെ കുറിച്ച് പ്രസംഗിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കണമെന്ന് പറഞ്ഞ് പ്രസംഗിക്കണം. അതിനാ അവർക്ക് പാപമോചനവും, പിന്നെ അവരുടെ ഇടയിൽ നിന്ന് അവരുടെ കണ്ണ് തുറപ്പാനും. ഒന്ന് പാപമോചനം, പിന്നെ കണ്ണ് തുറക്കണം.
പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. നോക്കിയേ, ഇരുട്ടിൽ കിടക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അത് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന വെളിച്ചമാണ്. ആ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന വെളിച്ചത്തെ കുറിച്ച് പ്രസംഗിച്ച് കേൾപ്പിച്ച് ഇരുട്ടിലിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് ഒരു ശുശ്രൂഷകന്റെ ദൗത്യം. ഈ വാക്യം നമ്മളെ വളരെ കാര്യങ്ങൾ പഠിപ്പിക്കുക. പാപമോചനത്തിലേക്ക് നടത്തണം, ശുദ്ധീകരണത്തിലേക്ക് നടത്തണം, അവർക്കൊരു അവകാശം നൽകി കൊടുക്കണം, അവകാശം ഉണ്ടാകണം, അവരുടെ കണ്ണു തുറക്കണം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. സാത്താൻ്റെ ഏറ്റവും ഭയങ്കരമായതൊന്ന്, സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കണം. ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, നമ്മുടെ ശുശ്രൂഷ ഇതാ. ഇത് വല്ലൊരു മനസ്സിലാക്കുന്നു. ഈ ഇടയ്ക്കൊരു സഹോദരി കമൻറ്റ് പോലെ ഇട്ടിരിക്കുക. അതിട്ടേക്ക് ചില കസേരകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ കസേരയിൽ ചക്കയൊക്കെ കൊണ്ടൊന്ന് ഒട്ടിച്ച് വെക്കുമെന്ന്, എന്നിട്ട് അതിൽ കയറിയിരിക്കും. പാസ്റ്റർ പോകുന്നിടത്തൊക്കെ ഈ കസേര പാസ്റ്ററിന്റെ ചന്തിയിൽ ഒട്ടിയിരിക്കുകയാണ്. കാരണം അധികാരം ഒട്ടിയിരിക്കുക. ആ നിലയിലാണ് പറഞ്ഞത്. ആ കസേര ആർക്കും കൊടുക്കാൻ, അത് പുള്ളിയുടെ കൂടെ തന്നെ. ഇതാണോ ക്രിസ്തീയ ജീവിതം? ഇതാണോ ഒരു പാസ്റ്ററിന്റെ ദൗത്യം? ഇതല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണല്ലോ, പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുന്നവരാണെന്ന് ചിന്തിച്ചേ. പൗലോസിനെ കുറിച്ചുള്ള ദൈവഹിതം തന്നെയല്ലേ ഒരു പാസ്റ്ററിനെ കുറിച്ചുള്ള ദൈവഹിതം, ഒരു ശുശ്രൂഷകന്റെ ദൈവഹിതം. ഇത് വിട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. സഭകളുടെ മൂല്യച്യുതി, സഭകളുടെ തകർച്ച ഇവിടെ കാണുന്നത്. നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ തെറ്റിച്ചു കളയുന്നു. വിശ്വാസികൾക്ക് പാപമോചനം ഉണ്ടാകുന്ന നിലയിലുള്ള പ്രസംഗിക്കണം. ഈ അനുദിന ജീവിതത്തിൽ പാപങ്ങളിലേക്ക് ഇടപെടുമല്ലോ. അപ്പൊ അതിനെതിരെ പാപത്തെക്കുറിച്ചുള്ള പാപബോധം കൊടുക്കാനുള്ള സന്ദേശങ്ങൾ ദൈവമക്കൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിൽ ബോധവാന്മാരാകും. ഇത് പാപം ചെയ്തിരിക്കുന്നവര് വന്ന് സഭായത്തിന് ഇരുന്നിട്ട് തിരിച്ചു പോയാലും അവന്റെ പാപത്തെക്കുറിച്ച് യാതൊരു ടച്ചും ഒരു വചനത്തിലൂടെ കിട്ടത്തില്ല. എല്ലായിടത്തും അല്ല, നമ്മുടെ ഇവിടെയൊക്കെ അതുകൊണ്ടാ ഞാൻ വിശ്വസിക്കുന്നു. പല സഭകളിലും അതില്ല. പാപിയായിട്ട് വന്നിരുന്ന് പോവുക. ഞാൻ ചോദിക്കട്ടെ, കൊരിന്ത സഭയിൽ ഒരുത്തം വന്നിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? എല്ലാവരും കൂടി അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ച് വ്യാഖ്യാനത്തിലൂടെയൊക്കെ അവർക്ക് പാപബോധം വരും. അപ്പോൾ ആ വരുന്ന തേർഡ് പാർട്ടി, വെളിയിലുള്ള വ്യക്തി, ദൈവം വാസ്തവത്തിലൂടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? കവിണ്ണു വീഴും. അതാ വേണ്ടത്. നമുക്ക് അതിലേക്ക് മടങ്ങി വരണം. ആ ആത്മീയ അനുഭവത്തിലേക്ക് സഭകൾ മടങ്ങി വരണം. ഇലക്ഷൻ നടത്തി തമ്മിത്തല്ലി വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചും പോർ വിളിച്ചും നടക്കുമ്പോൾ ലോകത്തിന്റെ മുൻപാകെ നമ്മൾ കൂത്തുകാഴ്ചയായി തീരുകയാണ്. വിശ്വാസി പാപമോചനം ലഭിക്കാതെ മരിച്ചു. ഞാൻ ഇവിടെ പാപമോചനം ലഭിക്കാതെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടാ പോകും. അപ്പൊ യേശുക്രിസ്തു വന്നുകൊണ്ടുള്ള യാതൊരു ഗുണമില്ലാതായി പോയില്ലേ? കർത്താവ് വന്നതും ഈ ഭൂമിയിൽ പാപത്തിന് വേണ്ടി യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അങ്ങനെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ആ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരു പാപമോചനം സുവിശേഷത്തിലൂടെ അത് പ്രസംഗിച്ച് മറ്റൊരുത്തരും രക്ഷയില്ലാതെ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് പ്രസംഗിച്ച് അവരെ പാപമോചനത്തിലേക്കും ദൈവസഭയുടെ ഉപദേശ സത്യങ്ങളിലേക്കും അവരെ നടത്തി, അവരെ ശൈശവാവസ്ഥയിൽ കിടക്കുന്നവരെ വളർത്തി 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 ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തിയെടുക്കുന്ന മഹനീയമായ ശുശ്രൂഷയാണ് ദൈവവചനത്തിൽ അപ്പോസ്തലന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നെന്താ നടക്കുന്നത്? ഞാൻ ആ വിഷയത്തിൽ നിന്ന് അടുത്ത ഭാഗത്തേക്ക് വരിക. കൊലോസ് ലേഖനം. അവർക്ക് പാപമോചനവും, അടുത്ത വായിക്കാം. അല്ലല്ല, നമ്മൾ കൊലോസിലേക്ക് വന്നു. അവനിൽ നമുക്ക് പാപമോചന വീണ്ടെടുപ്പുണ്ട്. അടുത്ത 15 വാക്യം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗമാണ്, ശ്രദ്ധിച്ചു കേട്ടോണേ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. അവിടെ നിൽക്കട്ടെ, പ്രതിമ. നമ്മള് ഈ നെഹ്റു സ്റ്റേഡിയത്തിലൊക്കെ ചെന്ന ഗാന്ധിജിയുടെയൊക്കെ പ്രതിമ കാണാം. ആ ഗാന്ധിജിയുടെ പ്രതിമ അടുത്ത് ചെന്നിട്ട് ഇത് നെഹ്റുവിനെ പോലെ ഇരിക്കുന്ന ആരെങ്കിലും പറയും? ഇല്ല, ഒരിക്കലും പറയും. അത് ഗാന്ധിജിയെ പോലെ തന്നെ. കാരണം പോലെ സമർത്ഥനായ ഒരു മനുഷ്യൻ അങ്ങ് നിലയിൽ ഉണ്ടാക്കി കൊടുന്നാൽ അവിടെ കൊണ്ട് പിടിച്ചാൽ ഗാന്ധിയെ പോലെ
ഗാന്ധിജിയെ പോലെ അല്ല, വേറൊരാളെ പോലെ ഇരുന്ന് അവിടെ അത് പ്രതിഷ്ഠിക്കും. അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ജനനം മരണമൊക്കെ. അപ്പൊ യേശുക്രിസ്തു ആരാണ്? ദൈവപുത്രൻ, ദൈവം തന്നെയാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ദുരുപദേഷ്ടക്കന്മാർ കുമിള് പോലെ മുളച്ചു വരികയാണ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും ആദ്യജാതനുമാകുന്നു. സർവസൃഷ്ടിയിലുള്ളതും അല്ല, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അടുത്ത്, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്തെ നിഷേധിക്കുന്നവർ ഈ വാക്യം എങ്ങനെ പറയും? ചിന്തിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് മൊബൈലിൽ കൂടി ചില സഹോദരന്മാര് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചുകൊണ്ട് ഇവരെ ക്ലിപ്പുകളൊക്കെ ഇട്ടത്. ഞാൻ എന്ത് ചെയ്തു? അതങ്ങനെ തന്നെ കട്ട് ചെയ്തങ്ങൾ. എനിക്ക് അവരോട് മല്ലുപിടിക്കാൻ നേരം. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവർ എഴുന്നേറ്റ് വരുമെന്ന് കർത്താവ് പറഞ്ഞോ? യോഹന്നാന്റെ ലേഖനം എടുത്തൊന്ന് വായിച്ചു കൊടുത്തേ. ആ ഭാഗം അറിയാവുന്നവരൊന്ന് വായിച്ചു നോക്കിയേ. ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ സ്തോത്രം 18-ാമത്തെ വാക്യം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, യേശുക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേക യേശുക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ ഇത് അന്ത്യനാഴികയാകുന്നു എന്ന് നിങ്ങൾക്കറിയാം, നമുക്കറിയാം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, യേശുക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അനേകം യേശുക്രിസ്തുക്കൾ അപ്പൊ അനേക യേശുക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുക. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവര് യേശുക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാണെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അനേക യേശുക്രിസ്തുക്കൾ. യെശയ്യാ പ്രവചനത്തിൽ ഒരൊറ്റ വാക്യം കൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കാം. ആ വാക്യം നമുക്കറിയാമല്ലേ? ഏതാ വാക്യം? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി. അടുത്തത് കറക്റ്റ്, സമാധാന പ്രഭു, നിത്യരാജാവ്. യേശുക്രിസ്തുവിനെ കുറിച്ചാ പറയുന്നത്. യെശയ്യാവിന് എന്നെ വല്ല വെളിവീടുമല്ലോ ഉണ്ടായി. പഴയ നിയമത്തിലൊരു പുസ്തകമല്ലേ? വീരനാം ദൈവം. ഇത് വേറൊരു വിഷയം ഞാൻ പറയാം. ഈ യേശുക്രിസ്തുവിൻ്റെ നമ്മൾ പഠിക്കുന്ന കൊലോസ്യ ലേഖനത്തിൽ തന്നെ അതുണ്ട്. ഒന്നുകൂടി അത് വിശദമാക്കാൻ വേണ്ടി നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങൾ അമ്മാമ്മ ഉറച്ചു വായിച്ചാട്ടെ. ഇവിടെ കേൾക്കണം. ഇത് ഈ ഫോണിൽ അത് ശ്രദ്ധിച്ചോണേ. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. അപ്പൊ കൊലോസിലെ വിശ്വാസികൾക്ക് എന്ത് കിട്ടണം? ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണ സമ്പത്തും ലഭിക്കണമെന്ന് വെച്ച് പൗലോസ് വലിയ പോരാട്ടം കഴിക്കുന്നു. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വിഷയം തന്നെ ഇവിടെ പറയുന്നത്. ഇന്നത്തെ കുറെ ബുദ്ധിജീവികൾ എടുത്തതിനെ അതും ഇതുമൊക്കെ പറഞ്ഞ് തെറ്റായി വ്യാഖ്യാനിച്ച് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുക. ഇനി അടുത്ത വാക്യം കൂടി വായിച്ചോട്ടെ അമ്മാമേരെ. 3-ാമത്തെ വാക്യം കൂടി. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും അപ്പൊ യേശുക്രിസ്തുവിൽ എന്തിരിക്കുന്നു? ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. ആ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വചനത്തിന്റെയും വെളിപ്പാടുകൾ പ്രാർത്ഥിച്ച് നമ്മൾ പ്രാപിച്ചെടുക്കണം. മറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രാപിച്ചെടുക്കണം. അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം, വിവേകപൂർണതയുടെ സമ്പത്ത്.
ക്രിസ്തു ഒരു ദൈവമർമ്മമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. പണ്ട് ഒരു ഉപദേശി പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഓർമ്മയിൽ നിന്ന് വരിക, ഇവിടുത്തെ മന്ത്രിമാരെ, നിങ്ങളെപ്പോലൊരു മന്ത്രിയല്ല ഞങ്ങളുടെ കർത്താവ്, നീതിയോടെ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി. ഇന്നത്തെ മന്ത്രിമാരുടെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. അതൊന്നും ഇതിലൂടെ പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ലജ്ജാവഹമാണ്. എന്നാൽ അവൻ അത്ഭുത മന്ത്രിയാണ്. ഇന്നുള്ള മന്ത്രിമാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്ന മന്ത്രിമാരല്ല, നേരെ പ്രവർത്തിക്കുന്നവരും നീതിയോടെ ന്യായപാലനം നടത്തുന്ന ഒരു മന്ത്രിയാണ്. ഒരത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സമാധാനത്തിൻ്റെ പ്രഭു കർത്താവ് ആശ്വസിപ്പിക്കും. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല. അപ്പൊ ലോകം സമാധാനം തരും, ഒരു കുപ്പി മദ്യമോ അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും എന്റർടൈൻമെന്റിന്റെ കാര്യങ്ങൾ 2-3 മണിക്കൂറിൽ സമാധാനം കിട്ടിയെന്ന് വരും. ചിലരല്ലേ വീട്ടിൽ വഴക്കുണ്ടാക്കി, ലോക മനുഷ്യരുടെ കാര്യമായിട്ടോ പറയും, അല്ല ആത്മീയരും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെന്നാണ് പറയുന്നത്. വീട്ടിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങിപ്പോയി സിനിമാ തിയേറ്ററിൽ കയറി 3 മണിക്കൂർ പിന്നെ ഒന്നും പറയുന്നത്. ഈ വഴക്കെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് വരാൻ നേരത്ത് ഇവിടെയൊക്കെ എന്തായി, നോർമലായി, ശാന്തമായി. വൈഫ് ഇച്ചിരി വെള്ളത്തിൽ കുളിച്ച് കഴിയുമ്പോൾ തലയൊക്കെ ചൂടൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ എന്തായി, ആശാ എവിടെയായിരുന്നു, ഞാനേ ഇവിടെ എന്താ ശരിയാകത്തില്ല, അതുകൊണ്ട് ഞാൻ പോയി ഒരു സിനിമ കണ്ടു. ആ നല്ല കാര്യം, എന്നെയും കൂടെ കൂട്ടാൻ പാടില്ല എന്ന് ചോദിച്ചു. നീ ആൾക്കാളിയായിക്കൊണ്ട് പിന്നെ എങ്ങനെയാണ് കൂട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി കണ്ടു. അങ്ങനെയൊക്കെ നടക്കാറുണ്ട് ഈ ലോകത്തിൽ. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്നാൽ കർത്താവിൻ്റെ സമാധാനം ഉറവ പോലെ നമ്മളിലേക്ക് പകരപ്പെടാൻ, കർത്താവിൻ്റെ സൗഖ്യം നമ്മളിലേക്ക് ഒഴുകി വരാനിടയായിരിക്കും. ഏത് വിഷയത്തിനും ദൈവപാദപീഠത്തിലിരുന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. നമ്മൾ ലോകത്തിലേക്ക് ഓടേണ്ട കാര്യമില്ല. സ്തോത്രം. അതാണ് ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, സർവസൃഷ്ടിക്കും ആദ്യജാതൻ, സ്വർഗത്തിലുള്ളതും, അതാണ് കുറച്ചുകൂടി ഭയങ്കരം, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു പദപ്രയോഗം ഉണ്ടല്ലോ, അതൊന്നെടുത്ത് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോടു കൂടിയായിരുന്നു. ആമേൻ. ആമേൻ. സ്തോത്രം. സകലവും അവൻ മുഖാന്തരം ഉളവായി. മതി. ഇനി അടുത്ത് അതിന്റെ 9-ാം വാക്യം കൂടി വായിച്ച, എല്ലാം വായിക്കാൻ നമ്മുടെ സമയം ഇവിടെ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യോഹന്നാൻ സ്നാപകൻ വഴികാട്ടിയായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. സത്യവെളിച്ചം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. എന്നെ പിടിച്ച് കുലുക്കുന്ന ഒരു വാക്യമാണ്. അപ്പൊ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോയി, ഇപ്പൊ വെളിച്ചമായി നിൽക്കേണ്ടത് ആരാ? കർത്താവിന്റെ ശിഷ്യഗണങ്ങളായ ദൈവസഭ. അവർക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല, പിന്നെ എങ്ങനെ വെളിച്ചമാവും? മനസ്സിലാക്കി? തമ്മിൽ തല്ലി വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ വെളിച്ചം കിട്ടുന്നത്? ഞാനതുകൊണ്ടല്ലേ പറയുന്നത്, ഒരു മിന്നാമിനുങ്ങ് പോലെയെങ്കിലും വെളിച്ചം നമ്മളിൽ ഉണ്ടാകണം. നമുക്ക് കർത്താവിനെ പോലെ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും, അപ്പോസ്തലന്മാരെ പോലെ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും, ഒരു ചെറിയ അളവിലെങ്കിലും കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ എനിക്കും നിനക്കും കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? ചോദ്യം. ഹല്ലേലൂയ. സ്തോത്രം. സർവസൃഷ്ടിക്കും ആദ്യജാതൻ.
ദൈവത്തെ കർത്താവിനെ കുറിച്ച് പറയുന്ന മഹത്തരമായ വചനങ്ങളാണത്. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ഇനി അതിന്റെ 18-ാം വാക്യം വായിച്ചേ. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും. അപ്പൊ ഇവിടെ വിഷയം ഒന്നുകൂടി തിരിയുകയാണ്. സഭയാകുന്ന ശരീരത്തിന്റെ തല. അപ്പൊ തല ക്രിസ്തുവും ശരീരമാം സഭയുടെ അവയവങ്ങൾ നമ്മളും ആണ്. ഇനി കൊലോസ് ലേഖനം അത് നമ്മൾ പഠിച്ചു വരുമ്പോഴോ പഠിക്കേണ്ടതാണെങ്കിലും 18-ാം വാക്യം തൊട്ട് വായിക്കാം. 2:18 തൊട്ട്. അല്ല, 10, 18, 19 വായിച്ചാട്ടെ. 2:10, 18, 19. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരാകുന്നു. അപ്പൊ യേശു ക്രിസ്തുവിലാണ് നമ്മൾ പരിപൂർണരാകുന്നത്. തലയായ അവനിൽ നമ്മൾ പരിപൂർണരായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 18-ാം വാക്യം, തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്തവൻ ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. അല്ല, അത് ഞാൻ നമുക്ക് ആവശ്യമുള്ള പാർട്ട് മാത്രം എടുത്ത് പറയുക. തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ. എന്താ അതിൻ്റെ അർത്ഥം? ഈ തലയെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ, ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക, ക്രിസ്തുവിൻ്റെ പ്രമാണത്തെ മുറുകെ പിടിക്കുക. അത് തലയെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ തലയെ കയറി പിടിക്കാൻ പറ്റും. ക്രിസ്തുവിൻ്റെ പ്രമാണത്തെ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക. അപ്പൊ തലയെ മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ പ്രമാണം മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്താ? അത് വായിച്ചു നോക്കുമ്പോൾ എൻ്റെ അപകടം മനസ്സിലാകുന്നത്. തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ. അതാ അതിൻ്റെ കാര്യം. നമ്മളൊരു ഓട്ടക്കളത്തിലാ. ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം ക്രിസ്തു ജീവിതം സ്ഥിരതയോട് ഓടുക. പാടംകുഴിയിലെ വിഷയം അതായിരുന്നു. ആ ഓട്ടക്കളത്തിൽ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ടുവേണം ഓടാൻ. നമുക്ക് മുൻപിലൊരു ഓട്ടമുണ്ട്. ആ ഓട്ടം യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടു വേണം ഓടാൻ. ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് കൊണ്ടുവേണം ഓടാൻ. ചുമ്മാ വല്ല രീതിയിൽ ഓടിയോണ്ട് കഥയില്ല. ഈ ട്രാക്ക് തെറ്റിച്ച് ഓടുന്നവരെ ജൂറിമാർ പിടിച്ചെടുക്കുന്ന എങ്ങനെയാ? ക്യാമറ വെച്ചും അല്ലേ? അത് മനസ്സിലാക്കിയിട്ടു. ഷൈനി ഓടിയിട്ട് ട്രാക്ക് തെറ്റി പിടിച്ചെടുത്തെന്നാ പറയുന്നത്. ബെൻ ജോൺസൺ ഓടി മയക്കുമരുന്ന്, കാൾ ലൂയിസ് ഉത്തേജക മരുന്നടിച്ച് ഓടി അവസാനം ടെസ്റ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി? പിടിച്ചു. ബെൻ ജോൺസനെ പിടിച്ചു. വലിയ വലിയ ഓട്ടക്കാരെയൊക്കെ പിടിച്ചിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ആ മെഡല് മേടിച്ചിട്ട് അവരെ അങ്ങ് പറഞ്ഞു വിടുക. തലയിൽ തുണിയിട്ടുണ്ട് പോകേണ്ട ഗതികേടാണ്. മനസ്സിലായി? അതുപോലെ നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്നുള്ളത് എബ്രായർ 12 പറയുന്നത് ക്രിസ്തീയ ജീവിതമാണ് ഓട്ടം. ആ ഓട്ടത്തിൽ യേശുവിനെ നോക്കുവാനും യേശുവിനെ ധ്യാനിക്കുവാനാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വേദഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കണം. തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്ന ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. എന്ത് മനസ്സിലായി? തലയായവനിൽ നിന്നല്ലോ. അപ്പൊ തലയിൽ നിന്നുള്ള ഉപദേശം കേട്ട്, ക്രിസ്തുവിന്റെ ഉപദേശം കേട്ട് ശരീരമാം സഭയുടെ അവയവങ്ങൾ വളർച്ച പ്രാപിക്കണം എന്ന് സാരം. അതാണ് കാര്യം. കാരണം കൊലോസ്യ ലേഖനത്തിൽ എന്താ പറയുന്നത്? അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. ഹല്ലേലൂയ. ഇത് വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. റോമാലേഖനം 12-ാം അധ്യായം ഞങ്ങൾ ഇന്നലെ ധ്യാനിച്ചപ്പോൾ അതിലൊരു ഭാഗം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്ത് പഠിക്കേണ്ട ഒരു വിഷയം അതിൽ കിടപ്പുണ്ട്. ഞാനത് നിങ്ങളെ ഒന്ന് ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം എല്ലാവരും ഒന്ന് എടുത്താട്ടെ. ബാക്കി ഞാൻ പറയാം. സ്തോത്രം 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 സ്തോത്രം. 4 മുതലുള്ള വാക്യങ്ങൾ. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി
ഒന്നല്ല താൻ. അതെ, അടുത്ത അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം. അപ്പൊ ഒരു ശരീരത്തിന്റെ അവയവമാകുന്ന കൈക്ക്, കാലിന്, കണ്ണിന്, മൂക്കിന്, ഓരോ അവയവത്തിനും ഓരോ പ്രവൃത്തിയുണ്ട്. ഒരു സഭയിൽ വരുന്ന, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഇത്, ഒരു സഭയിൽ വരുന്ന വിശ്വാസി തല ക്രിസ്തുവാണെങ്കിൽ ആ ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് കൈ കൈയുടെ പ്രവൃത്തി, കാല് കാലിന്റെ പ്രവൃത്തി, മൂക്ക് മൂക്കിന്റെ പ്രവൃത്തി, ചെവി ചെവിയുടെ പ്രവൃത്തി, കണ്ണ് കണ്ണിന്റെ പ്രവൃത്തി. ഇപ്പൊ ഈ വെള്ളം ഇവിടെ കുടിക്കാനായിട്ട് വെച്ചിരിക്കുക. ഈ വെള്ളം കുടിക്കാനായിട്ട് ഞാൻ ഈ കാലുകൊണ്ട് എടുക്കാൻ തുടങ്ങി, എന്താ സഭയിലത്തെ പ്രശ്നങ്ങൾ അതാ. ഓരോ അവയവത്തിന്റെ മനസ്സിലാക്കിക്കോ. ഉപദേശം ഓരോ അവയവത്തിന് ഓരോ പ്രവൃത്തി വെച്ചിട്ടുണ്ട്. ആ ഏത് ഒരു അവയവം, ഇപ്പോൾ ജോസഫ് അച്ഛൻ എന്താ പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ദൈവം കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രബോധിപ്പിക്കാനുള്ള കൃപ കൊടുത്തിരിക്കുകയാണ്. ആ അവയവത്തിന്റെ പ്രവൃത്തി അവർ തിരിച്ചറിഞ്ഞ് അത് ചെയ്യുമ്പോൾ ആ മനോഹരം. ഈ ക്ലാസ് എടുത്ത് കുടിക്കാനായിട്ട് ഇതിങ്ങനെ തിരിച്ചിത് തുറന്ന്, ഇതിരിക്കാൻ നേരത്ത് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, മറ്റേ കൈയുടെ ഒന്ന് വേണം സപ്പോർട്ട്. തുറന്ന് എടുത്ത് കുടിക്കുക. അതിന് പോലെ ഞാൻ കിടത്തി കാലിട്ട് കുടിക്കാൻ തുടങ്ങി. എന്തായിരിക്കും സ്ഥിതി? അപ്പോ സഭയിൽ ഒരു വ്യക്തി, പ്രബോധിപ്പിക്കേണ്ട വ്യക്തി പ്രബോധിക്കാൻ കൃപയില്ലാത്ത വ്യക്തി പ്രബോധിച്ച് അതോടെ കുളമായി. മനസ്സിലായില്ലേ? പ്രസംഗിക്കാനായിട്ട് ദൈവമാക്കി വെക്കാത്ത വ്യക്തികൾ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവമാക്കി വെക്കാത്ത വ്യക്തികൾ കയറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സഭ മുഴുവൻ കലങ്ങി പോകും. കാരണം അവൻ ചിലർ അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുക. ദൈവം നിയമിച്ചു വെച്ച വ്യക്തികൾ ആരാണെന്ന് പാസ്റ്റർമാർക്ക് ഒരു തിരിച്ചറിവുണ്ടാകണം. അതിനുള്ള പരിജ്ഞാനവും വിവേകവും ദൈവകൃപയും ശുശ്രൂഷകന്മാർക്ക് ഉണ്ടാകണം. പാസ്റ്റർ ഞാനൊന്ന് പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വന്ന ആ പാസ്റ്റർ അവനെ വാച്ച് ചെയ്തോ പ്രസംഗിക്കാൻ കഴിവുള്ളവനാണോ അല്ലെങ്കിൽ പ്രബോധനം പറയാൻ കഴിവുള്ളവനാണോ എന്ന് നോക്കിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? സഹോദരൻ ഇപ്പോൾ അവിടെ അംഗീകരിക്കും. ചിലപ്പോൾ അവൻ്റെ ഒറ്റ പ്രസംഗം കൊണ്ട് സഭ എന്തായി? നാല് വരി. അങ്ങനെയല്ലേ സഭകൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്? അതാ ഈ വിഷയം. ഈ വിഷയം ഒന്ന് മനോഹരമായി നിലയിൽ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സഭകളുടെ തകർച്ച എന്താണെന്ന് മനസ്സിലാകും. വഴക്കും വക്കാണും ഉണ്ടാക്കുന്ന ശുശ്രൂഷ സഹോദരന്മാരെ എന്ത് ചെയ്യണം? 2 വട്ടം ഉപദേശിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? കറക്റ്റാണ്, പുറത്താക്കാൻ എഴുതി പറഞ്ഞേ. പുസ്തകത്തിൽ എഴുതിക്കുന്നതാ. അവന് പിന്നെ പപ്പടം പുടവും പായസം കുട്ടി വിളമ്പി അവന് ചാപ്പാട് കൊടുത്ത് അവനെ സഭയിൽ വെച്ചോണ്ടിരുന്നാൽ സഭ നശിപ്പിച്ചു കളയോ? പൗലോസ് പറഞ്ഞു, പുളിച്ച മാവ്, ഈ പിണ്ടം എന്ത് ചെയ്യുന്നു? അസാരം പിളിവാവും പുണ്ടത്തെ മുഴുവൻ. അങ്ങനെ ഒരു വ്യക്തി ഒരു സഭയിൽ ഇരുന്നാൽ ആ ഓരോ വ്യക്തികൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് പൊളിച്ച് സഭ നശിച്ചു. എത്രയോ സഭകൾക്കത് സംഭവിച്ചിരിക്കും. സഹോദരങ്ങളെ, നമ്മളത് പരിജ്ഞാനത്തോടെ മനസ്സിലാക്കണം. ഹല്ലേലൂയ.